ഇന്ത്യൻ നാഷണൽ ബോട്ട് റേസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മങ്കൊമ്പ് ബ്രൂ ഷോ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച രണ്ടാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു വള്ളംകളി നടക്കുന്നു എന്ന് കേട്ടപ്പോൾ അല്പം ഒരു തമാശയോടുകൂടിയാണ് ഞാനത് വായിച്ചത്. കാരണം നെഹ്റു ട്രോഫി അവിടെ പോയി വള്ളംകളി നടത്തിയോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ പല പല ആശയങ്ങളാണ് നമ്മളുടെ മനസ്സിലുള്ള. ഒരു തിരുവല്ലക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നീരേറ്റുപുറം വള്ളംകളിയാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള ഏറ്റവും വലിയ വള്ളംകളി. പിന്നീടാണ് ആലപ്പുഴയിലേക്കും മറ്റ് ആറന്മുളയിലേക്കും ഒക്കെ സഞ്ചരിച്ച് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം വീറും ആവേശവും നാട്ടിൽ നിന്ന് ചോർന്നു പോകാത്ത തരത്തിൽ അതിൻ്റെ തനിമയോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ 16 വർഷങ്ങളായി അവർക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ അപൂർവമായി ഒക്കെ നിൽക്കുന്ന ചില സവിശേഷതകളാണ്. കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അമരക്കാരനും IBRF ഇന്റർനാഷണൽ ബോട്ട് റേസ് ഫെഡറേഷൻ ഗ്ലോബൽ പ്രസിഡന്റ് കൂടിയായ കുര്യൻ പ്രക്കാനം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വള്ളംകളി എന്ന മഹോത്സവത്തെ കാനഡ എന്ന രാജ്യത്തേക്ക് പറിച്ചു നടുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ കാനഡയിലെ ബ്രാംപ്ടൺ മലയാളി സമാജം എന്ന പ്രസ്ഥാനം ഈ വള്ളംകളിയെ കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുകയും അത് 15 വർഷം പിന്നിടുന്നതായും വിദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ വള്ളംകളിയായി മാറ്റുകയുമായിരുന്നു എന്ന് സംഘാടകർ പറഞ്ഞു. തോമസ് കെ തോമസ് MLA യോഗത്തിൽ മുഖ്യ അതിഥിയായി. മുൻ MLA KK ഷാജു, ആറന്മുള പള്ളിയോട സമിതി പ്രതിനിധി സാംബദേവൻ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യ സംഘാടകൻ RK കുറുപ്പ്, താഴത്തങ്ങാടി വള്ളംകളിയുടെ സംഘാടകൻ കുര്യച്ചൻ KG, വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ അംബാസഡർ ജോസ് കോലത്ത്, കൺവെൻഷൻ കോർഡിനേഷൻ ചെയർമാൻ അശ്വന്ത് തായങ്കരി, കൺവെൻഷൻ കൺവീനർ ജഗേഷ് വിയപുരം, അജിത് കാരിച്ചാൽ തുടങ്ങി വള്ളംകളി മേഖലയിലെ പ്രമുഖരായ IBRF നേതാക്കൾ കൺവെൻഷന് നേതൃത്വം നൽകി.